ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വീണ്ടും നമ്മൾ പക്രുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ മക്കൾ സുധ സ്കൂളിലേക്ക് പോകുന്ന ടൈമിലേ നമ്മൾ ബസ് കയറുന്നത് അടുത്ത വീട്ടിലാണ് കേട്ടോ. നമ്മളൊരു തൊട്ടടുത്ത വീട്ടിലുണ്ട്, ചേച്ചീൻ്റെ വീടാണ്. അപ്പോൾ അവരച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. എൻ്റെ മക്കൾസിനെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഒരുപാട് ഡാൻസ് ഉണ്ട് കേട്ടോ ചേച്ചി. അപ്പോൾ അവിടുന്ന് പൂക്കളൊക്കെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് തരുമെന്ന്. അപ്പോൾ അവർ വീഡിയോ ഇട്ടതാണ്. അവിടുത്തെ ആരുമാണ് കേട്ടോ വീഡിയോ എടുത്ത് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്ന് കാലത്ത് നന്നായിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് നൂൽപുട്ടും പിന്നെ ചെറുപയറിൻ്റെ കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടേ ഇന്നലെ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. എടുക്കുന്നതിന് മുന്നേ തന്നെ താത്ത പറഞ്ഞിരുന്നു നൂൽപുട്ട് ഉണ്ടാക്കാൻ നമുക്ക് ചെറുപയർ കറി ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ചെറുപയർ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ ഈ ഒരു പരിപാടി നമുക്ക് രാവിലെ കാലത്തുള്ള എൻ്റെ ഏറ്റവും ആദ്യത്തെ പരിപാടി ഇതാണ് കേട്ടോ. തക്കാളിയും സവാളയും പിന്നെ ഉരുളങ്കിഴങ്ങും ഒരു 4-5 പച്ചമുളക് എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം എനിക്ക് സവാള മുറിച്ചെടുക്കാൻ തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെ മുറിച്ചിട്ട് അങ്ങോട്ട് ശീലമായി, എന്താ ചെയ്യുക, അല്ലാത്ത ജാതി. അപ്പോൾ നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിൻ്റെ പോലെ കണ്ടിട്ട് ആരും നെട്ടരുത്. കുക്കറിൽ എല്ലാ കറിയും ഇതിലായിട്ട് വെക്കുന്നത്. നമ്മളെ മീൻ കറി ഇല്ലാത്ത എല്ലാ കറിയും ഒന്നരാളം ഇതിലാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഉരുളങ്കിഴങ്ങും പിന്നെ തക്കാളിയും സവാളയും പച്ചമുളക് ഇട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നീട് നമുക്കൊരു 4-5 വിസിൽ വരുവോളം അടുപ്പത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആർക്കൊക്കെ അറിയാത്തതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ ഇവിടെ. പിന്നെ നമ്മൾ പോയിട്ടേ ഒരു മുറി തേങ്ങ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ തേങ്ങൻ്റെ ലാസ്റ്റത്തെ എടുക്കുന്നത് ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഉമ്മച്ചി പറയും ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ഈ തേങ്ങ എടുക്കുന്ന കാരണമാണ് നിങ്ങൾ നമ്മളെ വീട്ടിലൊന്നും തേങ്ങ ഇല്ലാത്തത്. അതിൻ്റെ ശേഷം അതിൻ്റെ ആ കറുപ്പറുതി ഞാൻ ചിരകി എടുക്കും കേട്ടോ. അപ്പോൾ നമുക്കൊരു ഭംഗിയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ അതിൻ്റെ അടിയത്തൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ തേങ്ങ ഇല്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യൽ തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് സാധനം ഉണ്ടെങ്കിലും നമുക്ക് അതിനനുസരിച്ചിട്ട് ചെയ്യാൻ പഠിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പഠിച്ചാൽ അതിൻ്റേതായ ഓരോരോ കാര്യങ്ങൾ കാണിച്ച് തരും ഞങ്ങൾ മുന്നിൽ. അപ്പോൾ നമ്മൾ മിക്സിയിൽ നമ്മൾ ജാറൊക്കെ എടുത്ത് അതിലേക്ക് തേങ്ങ ഇട്ടു. അതിനുശേഷം നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആർക്കും അറിയാത്തതെന്ന് നിങ്ങൾ വീണ്ടും ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിലവരിങ്ങനെ മിക്സിയുടെ ജാറൊക്കെ പിടിക്കാതെ ഇങ്ങനെ പെട്ടെന്ന് മിക്സി ഉണ്ടാവണം. മേലെ കൊന്നാകണ്ട് തെറിച്ച് പോകും കേട്ടോ. എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അതിനുശേഷം നമ്മളെ ചെറുപയറില്ലേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ചെറുപയറും ഉരുളങ്കിഴങ്ങും എല്ലാം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടല്ലോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ അതിലേക്ക് അതിനാവശ്യത്തിനുള്ള നമ്മളെ തേങ്ങ ഇതില്ലേ അരച്ച് വെച്ചതില്ലേ അരപ്പ് അത് ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറിയും പിന്നെ നമ്മളെ നൂൽപുട്ടും എന്തൊരു ടേസ്റ്റാണെന്നറിയോ. എനിക്ക് ചെറുപയർ എങ്ങനെ വേവിച്ചതായാലും ഉപ്പിട്ട് വേവിച്ചാലും മതി കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ നേരെ മറിച്ച് കടല ഇനി എന്തൊക്കെ ഉണ്ടാക്കിയാലും എനിക്കിഷ്ടമല്ല കേട്ടോ. എനിക്ക് ചെറുപയർ വെച്ച ജീവനാണ്. നമ്മളതിൽ തോരൻ ഉണ്ടാക്കിയാലും എന്താണ് പഞ്ചസാരൊക്കെ ഇട്ടിട്ട് വേവിച്ച് തിന്നാലും പിന്നെ ഇങ്ങനത്തെ കറിയാണെങ്കിലും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ഈ ഒരു ചോറും ഈ ഒരു കറിയും പിന്നെ ചോറ് വരുന്നു കേട്ടോ. അന്ന് കുറേ തിന്നിട്ടൊരു മടുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് വിശേഷമൊക്കെ ഉണ്ടായ ടൈമിലേക്ക് ഭയങ്കര പൂതിയായിരുന്നു കേട്ടോ ആ ചോറുന്നാൻ. അങ്ങനെ ആഗ്രഹമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് കുഴിമന്തി ബിരിയാണി അങ്ങനത്തേനോടൊന്നും തീരെ താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. ചെറുപയർ ചോറ് അങ്ങനെയുള്ളതൊക്കെ നാടൻ ഭക്ഷണം എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിലൊക്കെ സദ്യ എന്തുണ്ടാക്കിയാലും നമുക്ക് അതിൻ്റെ ഒരു കിട്ടാറുണ്ട്. അതിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം എല്ലാവരും നമുക്ക് ഒന്ന് കൊണ്ടു തരാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് വറവിടാൻ വേണ്ടിയിട്ട് നമുക്ക് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം ഒന്ന് ചൂടാവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടാലുണ്ടല്ലോ എട്ടിൻ്റെ പൊട്ടലിങ്ങനെ കേൾക്കട്ടോ. പടപടാന്നുള്ള പൊട്ടൽ കേൾക്കുമ്പോൾ നമുക്കൊരു പേടിയല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഈ കടുകൊക്കെ പൊട്ടിയിട്ട് എൻ്റെ മുഖത്തൊക്കെ തെറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് താത്തട്ടോ കടുകൊക്കെ ഇട്ട് കൊടുത്തിരുന്നത്. ഞാൻ വീഡിയോ എടുക്കലും പിന്നെ ഇത് ഇട്ട് കൊടുക്കലും ഒക്കെ പാടാകുമ്പോഴേ എൻ്റെ മുഖത്തൊക്കെ കടുക് പൊട്ടിത്തെറിച്ചിട്ടോ. അപ്പോൾ എല്ലാവരും കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. എങ്ങനെ നോക്കിയാലും നമ്മൾ അടുക്കള പണി എടുക്കുന്നവരെ കൈമീൻ കാലുമീൻ എല്ലായിടത്തും പൊള്ളലും ചീറ്റിലൊക്കെ ഉണ്ടാവില്ലേ. എൻ്റെ കൈൻ്റെ വെല്ലുമ്മ ഒക്കെ പൊള്ളലൊക്കെ ഇടക്കിടക്ക് കാണും കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ കുട്ടി എന്തായാലും അടുക്കളയിൽ കയറുന്ന കുട്ടിയാണെന്ന്.
അപ്പോൾ നമ്മൾ കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുത്തു, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നമ്മൾ ചെറുപയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാട്ടോ ഈ ഒരു കറിയും നൂൽപ്പുട്ടും പിന്നെ ഓട്ടപ്പും പിന്നെ നമ്മളെ ദോശ ആയാലും എന്താണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെടികളൊക്കെ ഒന്ന് വന്ന് നോക്കി, നിറയെ പൂക്കൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാ ചെടികളും നന്നായിട്ട് പൂക്കളുണ്ടായിരുന്നു. ഇവിടെ തൊട്ടടുത്തൊന്നും നമ്മളെ ചേച്ചിമാരൊന്നും ഇല്ല കേട്ടോ. അത് കാരണം പൂക്കളൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ തവനൂരാണെങ്കിൽ എല്ലായിടത്തും അപ്പുറം ഇപ്പുറമൊക്കെ നമ്മളെ ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ പൂക്കളും കൊടുക്കാറുണ്ട് കേട്ടോ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇതാ ടേബിൾ മത നമ്മൾ നേർച്ചക്കടന്ന് അറിയില്ലേ, ആ ഒരു ഇത് വന്നിട്ട് പുൽച്ചാടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആർക്കൊക്കെ കുറച്ച് പൈസ ഒക്കെ കൊടുക്കാനുണ്ട്, നേർച്ചകളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് മരിക്കണതിൻ്റെ മുന്നേ ആ ചെറുതായിട്ടുള്ള കടങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ തീർക്കണം. എന്താ ചെയ്യല്ലേ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് ചായയൊക്കെ കുടിക്കാമായിരുന്നു. നമ്മൾ നൂൽപ്പുട്ടും ചെറുപയർ കറിയും കൂടിയിട്ട് ചായയൊക്കെ കുടിച്ചു, വയറ് നിറച്ചു, റാഹത്തായിട്ടോ. അപ്പോഴാണ് നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ റോട്ടിൽ ഇതൊരു JCB നിൽക്കുന്നു. കുട്ടികളെ പോലെ ഞാൻ അതും വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ JCB ഇങ്ങനെ മണ്ണ് മാന്തണമൊക്കെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ എനിക്കൊക്കെ. അങ്ങനെ ഞങ്ങളിന്ന് എന്ത് കറി വെക്കും, എന്തൊക്കെ ചെയ്യുമെന്നൊക്കെ എത്തിയിട്ട് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ താത്ത പറഞ്ഞു ഫ്രിഡ്ജിലുണ്ട് 4-5 വെണ്ടക്കായി ഉണങ്ങി കടിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് നമ്മളിത് ചെറുതായിട്ടൊരു മസാലക്കറി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ സവാളയും വെണ്ടക്കയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടുണ്ട് വാട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്കിതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ട് അതൊന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ മസാലയുടെ മണക്കല്ലേ ഒന്ന് മാറുവോളം ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ തട്ടിക്കൂട്ട് വെണ്ടക്ക കറിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ പറയുമ്പോൾ എല്ലാവരും ശരിക്കും ഇവളെ കറിയൊക്കെ പ്രത്യേക ടേസ്റ്റ് എന്താണ്, ഞാൻ ടേസ്റ്റ് ഉള്ളതിനെ ടേസ്റ്റ് എന്ന് പറയുള്ളൂ കേട്ടോ. അപ്പോൾ ചിലത് നമുക്ക് 5 പൈസക്ക് ഉണ്ടാവില്ല കേട്ടോ. ചില കറികളൊക്കെ ഞാൻ വെച്ചാലും ആരച്ചാലും ചില ദിവസങ്ങൾ നമ്മളെ കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നും. അപ്പം നമുക്കിത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു തക്കാളി എടുത്തിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ മുറിക്കുന്ന ടൈമിൽ ഒരു തക്കാളിയുടെ കഷ്ണമൊക്കെ എടുത്തിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ മുഖത്തൊക്കെ ഒന്ന് വരുത്തി നോക്കി കിട്ടും. അപ്പം മുഖമൊക്കെ ഒന്ന് വെളുത്ത് തുടിച്ച് വരാനും ഒക്കെ അതിന് നല്ലതാണ് തക്കാളി കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്നലെ അല്ല 2 ദിവസം മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്ലോഡ് ചെയ്തപ്പോഴത്തേൻ്റെ പകുതി നെറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വീഡിയോ പിന്നെ ഒരു 10 മണിയായപ്പോഴാണ് പിന്നെ വൈഫൈ വഴി ഞാൻ അപ്ലോഡ് ചെയ്തത്. പക്ഷേ ആരും കണ്ടില്ല ഗൈസ്. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു സങ്കടം തോന്നി. ആരും കാണാത്തപ്പോൾ നമുക്ക് വീഡിയോ ഇടാനൊന്നും ഒരു ഷെയർ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നിങ്ങളെ നല്ല നല്ല കമൻറ്റ് കാണുമ്പോൾ എന്താ ചെയ്യുക, എന്തായാലും ഒന്ന് വീഡിയോ ഇടും, അതിനപ്പോഴൊരു ഷെയറാവും കേട്ടോ. അപ്പോൾ നമുക്കിത് അതൊന്ന് വറവിടാൻ വേണ്ടിയിട്ടേ ഞാൻ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിലേക്ക് കടുകും പിന്നെ നമുക്കതിലേക്ക് ഉലുവയും പെരിഞ്ചീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറവിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ തട്ടിക്കൂട്ട് വെണ്ടക്കക്കറി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും ഉരുളങ്കിഴങ്ങ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും നമ്മൾ ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കല്ല കേട്ടോ. പലരും പല തരത്തിലല്ലേ പറയാം. ഞങ്ങൾ വെണ്ടക്ക കറി എന്ന് പറയും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുളിയും നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നല്ല വിശപ്പാവുമല്ലോ അല്ലേ. അപ്പം നമുക്ക് ചോറൊക്കെ തിന്നാന്നൊക്കെ എത്തിയിട്ട് ഞാനിതാ പിന്നെ ഉണക്കലുണ്ടായിരുന്നു കേട്ടോ. ഉണക്കൽ പൊരിക്കാൻ വേണ്ടി വന്നിക്കാണ്. അപ്പോൾ ഉണക്കൽ ആദ്യമൊക്കെ രാവിലെ നമ്മൾ പൊരിച്ച് വെക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ചൂടുക്കനെ തിന്നുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉണക്കലിൻ്റെ നന്നായിട്ട് കേക്ക് എടുത്തിട്ട് അതിൻ്റെ ഇതൊന്നും കളയുന്നതിൻ്റെ താത്താക്ക് ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് അതൊന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ ഉണക്കലൊക്കെ പൊരിച്ചെടുത്തു. അതിലേക്കൊരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊരിച്ചെടുത്താണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ എനിക്കെന്തോ ഉണക്കലിനോട് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. ഒന്നും ഉണ്ടായിട്ടില്ല, ചെറുതായിട്ടൊരു അലർജി ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഉണക്കൽ ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് കാണും. പക്ഷെ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. എല്ലാം കഴിഞ്ഞ് ചോറൊക്കെ തിന്ന് പൈപ്പൊക്കെ തീർന്നപ്പോൾ നമ്മളിങ്ങനെ ഉമർത്ത് വന്നിരുന്നപ്പോൾ നമ്മൾ പക്കുറി ചേട്ടനുണ്ടായിരുന്നു കേട്ടോ. പക്കുറി ചേട്ടൻ എന്താ ചേട്ടൻ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്. പക്കുറി ചേട്ടൻ്റെ മുതലാളി ചെയ്യുന്ന ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എടപ്പാൾക്ക് പോയിക്കുന്നു കേട്ടോ.
അവരെയും കാത്ത് വെയിറ്റിങ്ങിലാണ് കേട്ടോ. എപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പക്രുവിനോട് പറഞ്ഞേടാ ഞാനും ഇല്ലേ എനിക്ക് തുണക്കിനി സങ്കടപ്പെടാതിരിക്കുന്നു. പക്ഷേ അവൻ എന്നെ മൈൻഡ് ചെയ്തില്ല. കേസ് ഞാൻ ഇന്നലെ വന്ന കാരണം തോന്നുന്നു അവനക്ക് ഇനി യാതൊരു മൈൻഡും കാണുന്നില്ല. പിന്നെ രാത്രി ഞങ്ങളിതാ മക്കളും എല്ലാവരും കൂടിയിട്ടേ പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസൊക്കെ കളിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. അപ്പോൾ പക്രുവിനെ ഇഷ്ടപ്പെട്ട നമ്മളോട് 2-3 മോളൂസ് ഉണ്ട് കേട്ടോ. അവരൊക്കെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കല്ല കേട്ടോ. താത്താടെ മോള് പറഞ്ഞ ഇന്ന വീഡിയോ എടുക്കല്ലേ എന്നിട്ടാ. പക്ഷെ ഞാൻ എടുക്കണതിലൊക്കെ ഓളെ പെടുന്നുണ്ട്. അപ്പോൾ നമ്മളെ പക്രു ചേട്ടൻ്റെ ഡാൻസ് അടിപൊളിയാണ് കേട്ടോ. പാട്ടിനനുസരിച്ച് കളിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.